കുഞ്ഞുനാളിൽ പുതുകുപ്പായിട്ട് അമ്മയുടെ കൈയും പിടിച്ച് ആ പടി ചവിട്ടുമ്പോൾ അറിഞ്ഞിരുന്നില്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷത്തിലേക്കാണ് അമ്മ കൈപിടിച്ച് കയറ്റുന്നതെന്ന്. അതായിരുന്നു എൻ്റെ ആദ്യ കലാലയം. പരിചയമില്ലാത്ത അന്തരീക്ഷവും ഒരു പുഞ്ചിരി നൽകി തിരിഞ്ഞു നോക്കിയുള്ള അമ്മയുടെ വിടവാങ്ങലും എൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. ഒന്നും മനസ്സിലാകാതെ ഞാൻ നിലവിളിക്കാൻ തുടങ്ങി. പക്ഷേ എൻ്റെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് എന്നെക്കാൾ ഉച്ചത്തിൽ എൻ്റെ തൊട്ടടുത്ത് നിന്നും ഒരു നിലവിളി ഉയർന്നു. ആ നിലവിളി എൻ്റെ കരച്ചിൽ അവസാനിപ്പിച്ചു. ഞാൻ നിർത്തിയതോടെ അവനും നിർത്തി. അവൻ എന്നെയും ഞാൻ അവനെയും നോക്കി. ഞങ്ങൾ പരസ്പരം ഒന്ന് പുഞ്ചിരിച്ചു. എൻ്റെ ആദ്യത്തെ സുഹൃത്ത്. അങ്ങനെ ചിരിച്ചും കളിച്ചും ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കഴിഞ്ഞുപോയി. SSLC പരീക്ഷയുടെ അവസാനം ഓർമ്മത്താളുകളിൽ എഴുതി, ആരെ മറന്നാലും നിന്നെ ഞാൻ മറക്കില്ല, നീ എന്നെയും മറക്കരുത്. വേദനയോടെ ആ കലാലയത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാറുണ്ട്. അന്ന് വരെ നമ്മൾ കാണാത്ത ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ആ ഒരു നിമിഷം. ആ കലാലയത്തിന് എവിടെ പോയാലും എന്നും നിന്നെ ഞാൻ വിളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ കൂട്ടുകാരനോട് വിട പറഞ്ഞ് ഏറെ വേദനയുടെ യാത്രയെ പിന്നീട് പറഞ്ഞ പോലെ എന്നും വിളിക്കുമായിരുന്നു, എന്നും സംസാരിക്കുമായിരുന്നു. നിങ്ങൾക്കും കാണും ഇങ്ങനൊരു സുഹൃത്ത്. അങ്ങനെ തുടർ പഠനത്തിനായി നമ്മൾ പോകും. അവിടെ മറ്റൊരു അന്തരീക്ഷം, മറ്റു സുഹൃത്തുക്കൾ. പോകെ ആ പഴയ സുഹൃത്തിനെ നമ്മൾ മറന്നു തുടങ്ങും. പുതിയ സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു തുടങ്ങും. വീണ്ടും പറയും, എവിടെ പോയാലും എന്നും നിന്നെ ഞാൻ വിളിക്കും. തുടർക്കഥ പോലെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ജീവിതയാത്രക്കിടയിൽ ഒരുപാട് സുഹൃത്തുക്കൾ വന്നുപോയിക്കൊണ്ടേയിരിക്കും. അവസാനം ഒരു ജോലിയൊക്കെ കിട്ടിയാൽ നമ്മൾ മറ്റൊരു ലോകത്തായിരിക്കും. വേറെ ജീവിത രീതികൾ, പണം ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ, അല്ലെങ്കിൽ ജീവിതം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ നമ്മൾ പലരും മറന്നുപോകുന്നൊന്നുണ്ട്: ബന്ധങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ. അങ്ങനെ പലതും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒതുങ്ങിപ്പോവുകയാണ് നമ്മുടെ പലരുടെയും സൗഹൃദം. അല്ലെങ്കിൽ ഓണത്തിനും ക്രിസ്മസിനും വരുന്നൊരു വിഷസ് മാത്രം. പഴയ സുഹൃത്തുക്കളെ ഒക്കെ ഒന്നിച്ചുകൂട്ടി പല വാട്സപ്പ് ഗ്രൂപ്പുകൾ പലരും ഉണ്ടാക്കാറുണ്ട്. നല്ല പേരുകളെല്ലാം ആ ഗ്രൂപ്പുകൾക്ക് നൽകി നല്ല രീതിയിൽ, നല്ല പ്രതീക്ഷയോടുകൂടി അത് തുടങ്ങാറുണ്ട്. കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ അവിടെയാകും ഏറ്റവും വലിയ ശൂന്യത. പലരും സംസാരിക്കില്ല. മെസ്സേജ് കണ്ടാൽ പോലും നമ്മുടെ ഒരു മറുപടിക്കായി കാത്തിരിക്കുന്ന മനസ്സുകളെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ മൗനം പാലിക്കും. പലപ്പോഴും നമ്മൾ പലരും തിരക്കുകൾക്കിടയിലാണ്. അല്ല, അങ്ങനെ നമ്മൾ സ്വയം ആകുന്നതാണ്. എത്ര തിരക്കുകളുണ്ടെങ്കിലും നമ്മൾ ഫേസ്ബുക്കും വാട്സപ്പും നോക്കും. കുറേ സ്റ്റാറ്റസ് വീഡിയോസ് എല്ലാം തിരഞ്ഞു നടക്കും. ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലുമെല്ലാം നിറഞ്ഞു നിൽക്കും. രാത്രി ഒരു 9-10 മണിയാകുമ്പോഴേക്കും കിടന്നുറങ്ങാൻ ശ്രമിക്കും. അല്ലെങ്കിൽ സിനിമ കണ്ട് സമയം ചെലവഴിക്കും. അങ്ങനെ നമ്മൾ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. ആ ഇഷ്ടങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ ചിരിപ്പിച്ച, നമ്മളെ രസിപ്പിച്ച, ജീവിതത്തിൻ്റെ കാൽഭാഗം നമ്മൾ ചിലവഴിച്ച നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ ചിലവഴിക്കാൻ നമ്മൾ മറന്നുപോകും. പക്ഷേ നമ്മൾ ഓർക്കുന്നൊരു സമയമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആ സുഹൃത്തിനെ കൊണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ പലപ്പോഴും എൻ നൻപനെ പോലെ ആരുമില്ലേ ഇന്ത ഭൂമിയിലെ എന്നൊരു സ്റ്റാറ്റസ് മാത്രമായി നമ്മുടെ സൗഹൃദങ്ങൾ ഒതുങ്ങിപ്പോകാറുണ്ട്. ദിവസത്തിൽ 1 മണിക്കൂർ നമ്മുടെ ആ പഴയ സുഹൃത്തുക്കളോടൊപ്പം നിങ്ങളൊന്ന് ചിലവഴിച്ച് നോക്കാമോ? അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം ആ നിമിഷം ഇല്ലാതാകും. കാരണം നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് ആ നിമിഷങ്ങൾ നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. ഇത് എഴുതി തീർന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, അന്ന് എഴുതിയ
ആ ഓർമ്മത്താളുകളിൽ ഇപ്പോഴും എന്നെ നോക്കി പരിഹസിച്ചുകൊണ്ട് ആ വാക്കുകൾ അവിടെ അങ്ങനെ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന്.